So hi my dear viewers, welcome to my ന്യൂ വീഡിയോ. അപ്പോൾ ഗൈസ് ഇന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഏതോ സാധാ ഒരു ആനിമി ഒന്നും അല്ല. 6-7 മാസങ്ങൾക്ക് മുമ്പേ വെൻ സോളോ ലെവലിംഗ് വാസ് ജസ്റ്റ് എ ബേബി ഈ രാജ്യം ഭരിച്ച കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലെ ഒരാളാണ് വൺ പീസ്. അങ്ങനെ 6 മാസങ്ങൾക്ക് ശേഷം തൻ്റെ തിരിച്ചുവരവ് അറിയിച്ചുകൊണ്ട് വൺ പീസ് വന്നു കഴിഞ്ഞു. ഇന്ന് തന്നെ 2 എപ്പിസോഡാണ് അവർ 2 ദിവസം കൊണ്ട് ഇറക്കിയത്. പക്ഷേ ആ 2 എപ്പിസോഡിലും വലിയതായിട്ട് എന്തോ നടക്കാൻ പോകുന്നുള്ള കാര്യം അവർ ഓൾറെഡി നമുക്ക് ക്ലൂ വന്നിട്ടുണ്ട്. അങ്ങനെ ഇനി നമ്മൾ ആദ്യം പറഞ്ഞു വെച്ചുകൊണ്ടിരിക്കുക, നമുക്കിതിൻ്റെ എപ്പിസോഡിലേക്ക് കിടക്കാം. പിന്നെ വൺ പീസ് എന്താണെന്നറിയാത്തവർക്ക് വേണ്ടിയാണെങ്കിൽ ചെറിയതായിട്ട് എൻ്റെ പ്ലോട്ട് പറഞ്ഞു തരാം. പണ്ടൊരു രാജാവുണ്ടായിരുന്നു, കിങ് ഓഫ് ദി പൈറേറ്റ്. പുള്ളിക്കാരൻ്റെ നിധിയുടെ പേരാണ് വൺ പീസ്. ഈ വൺ പീസ് സ്വന്തമാക്കുന്ന രാജാവാവും കടലിലെ. ആ വൺ പീസ് സ്വന്തമാക്കാതിരിക്കാൻ വേണ്ടി കുറേ ഗവൺമെൻറ് നേവീസും ഉണ്ടല്ലോ, അവരും പൈറേറ്റും തമ്മിലുള്ളൊരു ഫൈറ്റ്. പിന്നെ പൈറേറ്റും തമ്മിലുള്ള ഫൈറ്റ് അത്രയ്ക്ക് നിങ്ങളിപ്പം മനസ്സിലാക്കിയാൽ മതി. ഈ രണ്ട് കഥ പോട്ടെ. പിന്നെ നമ്മുടെ മെയിൻ ഹീറോസിൻ്റെ പേരാണ് സോറോ, ഷാഞ്ചി, നാമി, ഉസപ്പ്, റോബിൻ. പിന്നെ നമ്മുടെ മെയിൻ ക്യാരക്ടർ മാങ്കി ഡി ലൂഫി, ഇല്ലെങ്കിൽ ഇവരുടെ ക്യാപ്റ്റൻ. പിന്നെ ഇവരുടെ ക്രൂവിൻ്റെ പേര് സ്റ്റാർ ഹാറ്റ് എന്നാണ് കേട്ടോ. ഇനി ആൾക്കാരുണ്ട്, പക്ഷേ ഞാൻ എല്ലാവരുടെയും പേര് പറഞ്ഞില്ല. പിന്നെ നമുക്ക് എപ്പിസോഡിലേക്ക് കിടക്കാം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ നമ്മളൊരു അടിപൊളി റീക്യാപ്പാണ് കാണുന്നത്. കുറേ പത്രങ്ങൾ ഇങ്ങനെ വന്നു വീഴും, അത് ആൾക്കാരെടുത്ത് വായിച്ചു വെക്കും. അതിൽ നമ്മുടെ ലൂഫിയുടെ റീക്യാപ്പാണ് പറയുന്നത്. ലൂഫി അങ്ങനെ കൈഡെ തോപ്പിച്ച് കടലിലെ 4 എംപേഴ്സിലെ ഒരു എംപയറായി മാറി. അതിനുശേഷം ഫ്യൂച്ചർ എഗഡ് ഹൈലൻഡിലേക്ക് ലക്ഷ്യമാക്കി നമ്മുടെ ലൂഫി പുറപ്പെട്ടു. ലൂഫി അവൻ്റെ ക്രൂവും അങ്ങനെ അവിടെ എത്തി. അവിടുത്തെ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ കണ്ട് നമ്മുടെ ലൂഫി ശരി പറഞ്ഞ് ഞെട്ടിത്തെളിച്ചാണ് നിന്നു. അങ്ങനെ സമയം കഴിഞ്ഞു പോയപ്പം ഈ ഗവൺമെൻറ് എന്ത് ചെയ്തു, നമ്മുടെ വെഗാപങ്ക് ആയിട്ടുള്ള സയൻറ്റിസ്റ്റിനെ നശിപ്പിച്ച് കളയാൻ വേണ്ടി കൊല്ലാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷേ അതിന് കാരണം എന്താ വെച്ചാൽ വെഗാപങ്കിന് മാത്രമായിട്ട് തന്നെ കുറേ സീക്രട്സുകൾ അറിയാം. ആ സീക്രട്സുകളൊക്കെ ഗവൺമെൻറ്റിനെ ഇരിക്കേണ്ടതാണ്, അത് പുറത്തു പോയി കഴിഞ്ഞാൽ പണി കിട്ടും. അതുകൊണ്ട് വെഗാപങ്കിനെ ആ സിറ്റി ഞാൻ കൊല്ലാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വെഗാപങ്ക് ഉണ്ടാക്കിയ സാറ്റലൈറ്റ്സ് ഉണ്ട് കുറേ പേര്, അവരെ നമ്മുടെ ലൂഫിയും ടീംസും എല്ലാം ഫൈറ്റ് ആയിരുന്നു. പിന്നെ വെഗാപങ്കിൻ്റെ കൂടെ തന്നെ ഒരു സാറ്റലൈറ്റ് അവനെ ബിട്രേ ചെയ്യും, എന്നിട്ട് ഗവൺമെൻറ്റിന് ഇൻഫർമേഷൻസ് കൊടുക്കും. അങ്ങനെ നമ്മുടെ കിസാരു എന്ന് പറഞ്ഞ ആ ലൈറ്റിൻ്റെ പവറുള്ള ഒരുത്തനുണ്ടല്ലോ, അവനെന്ത് ചെയ്യും, നമ്മുടെ ഒരു ഏകദേശം 100 നേവി ഷിപ്സായിട്ട് നമ്മുടെ ലൂഫിയും ആ ഐലൻഡിനെ നശിപ്പിക്കാൻ വേണ്ടി അതിൻ്റെ താഴെ വന്ന് നിൽപ്പുണ്ടാവും. അങ്ങനെ ഇപ്പം ആ ഒരു എഗഡ് ഹൈലൻഡ് എന്ന് പറയുന്നത് തന്നെ വലിയൊരു ദുരന്തത്തിൻ്റെ മുക്കി നിൽക്കുക. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ഗ്രാപ്പ് ഉണ്ടല്ലോ, ലൂഫിയുടെ അപ്പച്ചൻ, അവനാണെങ്കിൽ കോബിയെ രക്ഷിക്കാൻ വേണ്ടി നമ്മുടെ ബ്ലാക്ക് ബിയർഡ് ഐലൻഡിലേക്ക് പോയതാണ്. അതിനുശേഷം കോബിയെല്ലാം തിരിച്ചു വന്നു. പക്ഷേ നമ്മുടെ ഗ്രാപ്പിൻ്റെ കാര്യത്തിൽ ഒരു വിവരമില്ല. കുറേ പേര് പറയുന്നു ഗ്രാപ്പ് മരിച്ചെന്ന്, കുറേ പേര് പറയുന്നു അവന് ലെജൻഡ്, അവന് വരെ മരിച്ചിട്ടില്ല, അവൻ അവിടെയും ജീവനോടെ കാണുമെന്ന്. എന്തായാലും അതിനെക്കുറിച്ച് ഒരു വിവരമില്ല. അതിനുശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ലൂഫിയുടെ ഹോം ടൗൺ ആയിരിക്കും. എനിക്ക് തോന്നുന്നു ഇവളുടെ പേര് മാക്കിയോ അങ്ങനെയാണെന്ന് തോന്നുന്നു. അപ്പം ഇവളകത്ത് കണ്ടിട്ട് പറയും, ഓ ലൂഫി എന്തൊക്കെയാണ് കാണിക്കുന്നേ, ഗ്രാപ്പ് എവിടെ പോയി കിടക്കുക എന്ന് പറഞ്ഞ് ഇവരെക്കുറിച്ച് ആലോചിച്ച് അകത്ത് കയറി ചെല്ലും. അകത്താണെങ്കിൽ എല്ലാവരും ഗ്രാപ്പിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഗ്രാപ്പിന് എന്ത് പറ്റി കാണും? ശരി, എല്ലാവരും പറയുന്നത് ഗ്രാപ്പ് കോബി എന്ന് പറഞ്ഞാൽ ചിലക്കിന് വേണ്ടി സാക്രിഫൈസ് ചെയ്തെന്നാ. അപ്പോൾ ഗ്രാപ്പ് ശരിക്കും ചത്തോ? അയ്യോ ഗ്രാപ്പിന് എന്തോ പറ്റി എന്ന് പറഞ്ഞാൽ പലയിടത്ത് പല സംസാരം. അപ്പോഴും മാരിയോർ എന്ന് പറയുന്നത് ഗ്രാപ്പിനൊന്നും പറ്റിയില്ല, ഗ്രാപ്പ് ഒരു ലെജൻഡാ, അതാരും മറക്കല്ലേ. ഗ്രാപ്പ് മരിച്ചെന്ന്, അവൻ ആ ഐലൻഡ് എവിടെയെങ്കിലും പെട്ടെടുപ്പുണ്ടാവും, അല്ലാതെ അവൻ ഇത്ര പെട്ടെന്നൊന്നും മരിക്കത്തില്ല. അത് കേട്ടെല്ലാം പറയും അത് ശരിയാ, ഗ്രാപ്പ് അങ്ങനെ പെട്ടെന്ന് മരിക്കുന്നവനല്ല എന്ന് പറയും. അങ്ങനെ അതിനുശേഷം നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ലൂഫിയുടെ ഡാൻഡാനെ ആയിരിക്കും. അവനാണെങ്കിൽ ഇത് കണ്ട് കരയാൻ തുടങ്ങും. അത് പറയും 2 പേർക്കും വട്ടാ, ഇവർ 2 പേരും എന്താ കാണിച്ചു കൂട്ടുന്നതെന്ന് വല്ലവർക്ക് അറിയാവോ? ഒറ്റയ്ക്ക് ഐലൻഡിലേക്ക് കയറി ചെന്ന ഗ്രാപ്പെ, നിൻ്റെ പ്രായം വെച്ച് നിനക്ക് എന്താവുമെന്നാ. അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കൊച്ചുമോനും വേറൊരു ഐലൻഡിൽ കിടന്ന് തകർക്കുന്നു. ഒരു നേവി ഫുൾ അവനെ പിടിക്കാൻ വന്നിരിക്കുക. ഈ 2 കൊണ്ട് ഞാൻ തോറ്റല്ലോ അങ്ങനെ അവർ പറഞ്ഞിരിക്കും. അങ്ങനെ അതിനുശേഷം അവിടെ പെട്ടെന്ന് ഒരു വലിയൊരു ഭയാനകമായിട്ടുള്ള എർത്തുവീക്ക് വരാൻ തുടങ്ങി. അതിൻ്റെ കൂടെ സുനാമിയും. അതൊരു സാധാ സുനാമിയോ ഇല്ലെങ്കിൽ എർത്തുവീക്കോ അതൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം
ഇത് ആർക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പോലും പറ്റിയില്ലായിരുന്നു. അങ്ങനത്തെ ഒന്നായിരുന്നു. എന്നാൽ ഇതിൻ്റെ ഡാമേജോ 100% ആയിരുന്നു. അങ്ങനെ സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്, നോർത്ത് ഈ 4 സ്ഥലങ്ങളിലുള്ള ഐലൻഡ്സിനും എല്ലാ ഐലൻഡ്സിനും ഏകദേശം ഫ്ലഡും സുനാമിയും വന്നു കഴിഞ്ഞു. പലയിടത്തെയും ബീച്ച് പോയി, പലയിടത്തെയും സ്ഥലങ്ങൾ പോയി, പലരുടെയും വീടും ഇതും എല്ലാം പോയി. പലവരും ബോട്ടിൽ, പലവരും മുങ്ങിച്ചത്തു. അങ്ങനെ പല പല വിഷയങ്ങൾ. അങ്ങനെ ഇതെല്ലാം നമ്മുടെ കേൾക്കുന്നുണ്ടായിരുന്നു. ആണെങ്കിൽ ഇതെല്ലാം കേട്ടുകൊണ്ട് ഇനി എന്ത് ചെയ്യണം പറഞ്ഞാലോചിച്ച് അവൾ തന്നെ നിൽക്കുമായിരുന്നു. അങ്ങനെ ഇത് വന്നതിൻ്റെ മെയിൻ കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ലുലൂഷ്യ എന്ന് പറയുന്ന, ലുലൂഷ്യ എന്നാണ് തോന്നുന്നത് അതിൻ്റെ പേര്, ചെറിയ പ്രൊണൗൺസിയേഷന് തെറ്റ് കാണും. അപ്പോൾ ആ ഐലൻഡ് നശിപ്പിച്ചപ്പെട്ടതിന് ശേഷം ഇപ്പോൾ ഏകദേശം 8-7 ദിവസമായി കാണും. അങ്ങനെ അവിടെ വലിയൊരു കുഴി, ആ ഐലൻഡിൽ നിന്ന് അത്രയും ഭാഗം വലിയൊരു കുഴിയായി മാറി അങ്ങ് താഴെ വരെ. അപ്പം അതിൻ്റെ സൈഡ് എഫക്റ്റുകളാണ് ഇപ്പോൾ ഈ കാണുന്ന സൗത്ത് ഈസ്റ്റും നോർത്തും വെസ്റ്റും ആയിട്ടുള്ള ഐലൻഡ്സുകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അതിന് ശേഷം നമ്മൾ കാണിക്കുന്നത് നമ്മുടെ എഗ്ഗഡ് ഐലൻഡിലേക്കായിരിക്കും. അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 100 നേവി ഷിപ്സും ശേഷം 3000 കണക്കിന് നേവി സോൾജേഴ്സും പിന്നെ 9 അഡ്മിറൽസും പിന്നെ നമ്മുടെ കിസാരും ഇപ്പോൾ ഉണ്ടാവും. അങ്ങനെ അതിന് ശേഷം അവരുടെ ഷിപ്പിലേക്ക് ഒരു സീ മോൺസ്റ്റർ വന്ന് പെട്ടെന്ന് അറ്റാക്ക് ചെയ്യും. അങ്ങനെ ആ അറ്റാക്ക് ചെയ്യുന്ന സീ മോൺസ്റ്ററിനെ നമ്മുടെ കിസാരു വന്ന് 1 ഷോട്ട് അടിച്ച് തീർക്കും. എന്നിട്ട് നമ്മുടെ സാൻഡ്ര വിളിച്ച് ചോദിക്കും, കിസാരു നീ എന്തിനാ എൻ്റെ സീ മോൺസ്റ്റേഴ്സിനെ അടിച്ചിട്ടേ എന്ന് ചോദിക്കും. അതിന് കിസാരു പറയും, ഞങ്ങളല്ല ആദ്യമായിട്ട് തുടങ്ങി, നിങ്ങളായും തുടങ്ങി. അതിന് സാൻഡ്ര പറയും, എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല കിസാരു, നിന്നെ നോക്കി വളർത്തിയ ഒരു നാട്ടിനെ തന്നെ നീ നശിപ്പിക്കാൻ പോകുന്നത്. അതിന് കിസാരു പറയും, ശരിക്കും പറഞ്ഞാൽ എനിക്കിനി ആഗ്രഹമൊന്നുമില്ല, പക്ഷെ നിനക്കറിയാമല്ലോ ഞാൻ നേവീസിൻ്റെ പപ്പറ്റ്സാണ്, അവർ പറയുന്നത് എനിക്ക് അനുസരിച്ചേ പറ്റൂ എന്ന് പറയും. അതിനുശേഷം സെൻഡർ പറയും, നീയാണ് അടങ്ങിയിരുന്നോ, ഇല്ലെങ്കിൽ എൻ്റെ കയ്യിലുള്ള പപ്പറ്റ്സെ ഞാനും അയച്ചു വിടും. നിനക്കറിയാമല്ലോ വികാ പെങ്കൽ നിങ്ങളുടെ എല്ലാവരുടെയും ഓരോ അഡ്മിറൽസിൻ്റെയും പവർ അറിഞ്ഞുകൊണ്ട് തന്നെ ഇവറ്റകളെ ഉണ്ടാക്കിയേക്കുന്നത്. അതുകൊണ്ട് ഞാനും അങ്ങോട്ട് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങളെക്കൊണ്ടും അങ്ങനെ തടുക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഓർമ്മിപ്പിക്കും. അതിനുശേഷം സാറ്റർ എന്ന് പറയുന്ന 5 എൽഡേഴ്സിലെ ഒരു എൽഡർ അവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ സാറ്ററിന് അവരെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും റിപ്പോർട്ട്സും അറിയണമെന്ന് പറയും. അതിനുശേഷം അവനുള്ള റിപ്പോർട്ട് അവന് കൊടുക്കും. എഗ്ഗഡൈനിൽ ഇപ്പോൾ ആൾക്കാരൊന്നും കാണാനില്ല, അവരെല്ലാം എന്നോട്ടോ മാറിയെന്നാണ് തോന്നുന്നത്. ലൂഫി, സ്റ്റാർഹാറ്റും പിന്നെ ലൂസിയും അവൻ്റെ ടീംസും എല്ലാം ലാവ ഫ്ലോർ എന്ന് പറയുന്നിടത്താണ് നിൽക്കുന്നത്. പിന്നെ നമ്മളെ ബിട്രേ ചെയ്ത് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന യോറുണ്ടല്ലോ, അവളും അവളുടെ സാർപ്പിയൻസും എല്ലാവരും ലൂഫിയോട് ഫൈറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ നമ്മൾ യോറിനെ കൊല്ലാൻ വേണ്ടിയാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിന് ശേഷം സാറ്റർ പറയും, അതെന്തേലും ആട്ടെ, പക്ഷേ എങ്ങാണം അവരാ ഹിസ്റ്ററിയെക്കുറിച്ച് അറിഞ്ഞാൽ, അവരാ വെപ്പണിനെക്കുറിച്ച് അറിഞ്ഞാൽ ഇത് വലിയ അപകടമാകും. ഇല്ല, അതിന് നമ്മൾ സമ്മതിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം പെട്ടെന്ന് അവർക്കൊരു കോൾ വരും സ്ട്രെയിറ്റ് 5 എൽഡേഴ്സിൻ്റെ അടുത്തേക്ക്. അങ്ങനെ അത് നമ്മുടെ കിസാറിനും കൂടെ കണക്റ്റ് ആവും. എന്നിട്ട് നമ്മുടെ യോറ് പറയാൻ തുടങ്ങും, ശരിക്കും നിൻ്റെയൊക്കെ പ്രശ്നം എന്താടാ, നമ്മളൊക്കെ ഡീല് വെച്ചതല്ലേ, നീയൊക്കെ എന്നെ കൊല്ലത്തില്ലെന്നുള്ളതാടാ പറഞ്ഞേ, എന്നിട്ട് നിങ്ങളാൾക്കായിരുന്നു എന്നെ കൊല്ലാൻ വരുന്നേ. അതിന് 5 എൽഡേഴ്സ് പറയും, അതൊക്കെ ശരിയാ, പക്ഷേ നീ ഒരു വകപ്പങ്കനല്ലേ, നിനക്കും ആ സത്യങ്ങളെല്ലാം അറിഞ്ഞിരുന്നെങ്കിലോ, അങ്ങനെയാണെങ്കിൽ നീയും വലിയ ഡേഞ്ചറസ് അല്ലേ എന്ന് പറയും. ആ സത്യങ്ങളുടെ പുറകിന് ഞാൻ വലിയ ഇൻട്രസ്റ്റ് ആയിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ ഇവിടെ ബിട്രേ ചെയ്യാൻ തന്നെ സഹായിക്കത്തില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്നെയും കൊല്ലാൻ തന്നെയാണ് നിങ്ങളുടെ പ്ലാൻ അല്ലേ? നിങ്ങൾ വേറെ കാര്യം മറന്നുപോയി, വികപ്പം കൊണ്ടാക്കിയ 5 സാറ്റലൈറ്റ്സിൻ്റെ പവർ ഇപ്പോഴും എൻ്റെ കയ്യിലായിരിക്കുന്നത്. അവരുടെ പവർ ലെവൽ എത്ര നിങ്ങൾക്ക് അറിയാമല്ലോ. നമ്മുടെ ലൂഫിയുടെ സ്റ്റാർ ഹാറ്റ് പൈററ്റ്സിനൂടെ അവരെ പിടിച്ചു തന്നേ, അപ്പരാണോ നിങ്ങളുടെ എന്ന് പറയും. അങ്ങനെ അതിന് ശേഷം 5 എൽഡേഴ്സ് ചോദിക്കും, പിന്നെ നിനക്ക് മദർ ഫ്ലെയിം ഉണ്ടാക്കാൻ പറ്റുമോ? അതിന് യോർ പറയും, അതെ എന്നെക്കൊണ്ട് അത് കഴിയും, എന്നെക്കൊണ്ട് മാത്രമേ മദർ ഫ്ലെയിം ഉണ്ടാക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ വീണ്ടും അവർ ഡീലിൽ വരും. ശരി യോർ, ഞങ്ങൾ നിന്നെ വെറുതെ വിടാം. അതിന് യോർ പറയും, എന്നെ മാത്രം വിട്ടാൽ പോരാ, എന്നെയും ഈ ലാബിനെയും വെറുതെ വിടണം, എന്നാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇവിടെ ചെയ്യാൻ പറ്റൂ. അങ്ങനെ അവരെല്ലാവരും ഒരു ഡീലിലേക്ക് വരും. അങ്ങനെ അതിന് ശേഷം നമ്മുടെ ലോറിൻ്റെ ഇത് മാറാൻ തുടങ്ങും. പിന്നെ എന്താ നിങ്ങൾ ആരും ഇവിടെ വരാത്തേ? പിന്നെ ഇത്ര നല്ല ഡീല് വെച്ചിട്ട് നിങ്ങൾ ആരും എന്താ ഇവിടെ ഇല്ലാത്തേ? എന്നെ വന്ന് രക്ഷിക്ക്, സ്റ്റാർ ഹാറ്റും അവരെല്ലാം ഇവിടെ വന്നു, മങ്കിടി ലൂഫി എന്നെ ഇപ്പോൾ കൊല്ലും എന്ന് പറഞ്ഞ് അവൾ കരയാൻ തുടങ്ങി. അപ്പത്തേന് നമ്മൾ സ്റ്റാർ ഹാറ്റും ടീമും ഇവിടെ കണ്ടുപിടിച്ച് കഴിഞ്ഞു. എന്നിട്ട് അങ്ങോട്ടേക്ക് ലൂഫി വരും. എന്നിട്ട് ആ കൊള്ള അവിടെ കൊണ്ട് തന്നെ ഹാങ്ങാവും. എന്നിട്ട് അവരെല്ലാം അങ്ങ് സംസാരിക്കാൻ തുടങ്ങും.
നീ ആയിരുന്നപ്പോൾ ഞങ്ങളെ ബിട്ര ചെയ്ത് ഇവിടെ ഒളിച്ചിരിക്കുമായിരുന്നു അല്ലേടി അങ്ങനെ. അതിനുശേഷം നമ്മുടെ സ്റ്റാർ ഹാറ്റും ലൂസിയും അവൻ്റെ ടീമും പിന്നെ വെഗാ പങ്കും എല്ലാവരും അവിടെ എത്തിച്ചേരും. എന്നിട്ട് അവിടെ നിന്ന് അവർ ആഹാരം കഴിച്ച് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. എന്നിട്ട് നമ്മുടെ ഫ്രാങ്കി ചോദിക്കും, ചോപ്പർ റോബിൻ എങ്ങനെയുണ്ട്, അവളുടെ ഇഞ്ചുറീസിൻ്റെ കാര്യമൊക്കെ എന്തായി? അതിന് ചോപ്പർ പറയും അവൾക്ക് വലിയ കുഴപ്പമില്ല, അവളുടെ ഇഞ്ചുറീസ് എല്ലാം നല്ലോണം ഹീലാവുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ ലൂഫി കണ്ടു പറയും, ഉസപ്പ് പിന്നെ എല്ലാവരും ഞാൻ ഈ കോൾ എടുക്കാൻ പോകാം കേട്ടോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൂഫി ആ കോൾ എടുക്കും. എന്നിട്ട് ആ 5 വയസ്സ് അഡ്മിറലിനോടും പിന്നെ കിസാറിനോടും പറയും, നിങ്ങളെല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയുക, ഞാനും എൻ്റെ ക്രൂവും നിങ്ങളെയൊക്കെ ഉപയോഗിച്ച് തന്നെ ഇതിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഞങ്ങൾ രക്ഷപ്പെടും, കുറിച്ചു വെച്ചോ, ആണാണേ ഒന്ന് തടുക്ക് എന്ന് അവരെല്ലാവരും ഒറ്റയടിക്ക് വെല്ലുവിളിക്കും. അതൊക്കെ അത്രയേ ഉള്ളൂ നമ്മളെ ലൂഫി. കടലിലെ രാജാവാൻ പോവുകയാണെങ്കിൽ ഇവന്മാരെ ഒന്നും പേടിക്കേണ്ട ഒരാവശ്യമില്ല. അങ്ങനെ ഇത്രയും കാണിച്ചുകൊണ്ട് ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് ഇവിടെ കൊണ്ട് തീരും. ഇത്രയും കാലം എല്ലാവർക്കും ലൂഫിയോട് സ്നേഹമായിരുന്നു, പക്ഷേ ഇനിയും ലൂഫിയോട് പേടിയുമായി തുടങ്ങി. വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ എൻ്റെ എല്ലാ കൂട്ടുകാരും മറക്കാൻ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ആൻഡ് മാക്സിമം കൂട്ടുകാർ ഷെയർ ചെയ്യുക. കണ്ടിട്ട് പോകുന്ന ഒരാൾ പോലും സബ് ചെയ്യാൻ വിടല്ലേ. നമുക്ക് എങ്ങനെയും ഈ മാസം 10K അടിക്കണം, നമ്മുടെ ലക്ഷ്യം. പിന്നെ കുറേ പേര് ഫയർഫോഴ്സിൻ്റെ കാര്യം ചോദിച്ചു. ഫയർഫോഴ്സും പിന്നെ വേറൊരു പുതിയൊരു ആനിമ ഇറങ്ങിയിട്ടുണ്ട്, അത് രണ്ടും ഞാൻ ഇന്ന് തന്നെ മാക്സിമം അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നതായിരിക്കും. പിന്നെ ബ്ലാക്ക് ക്ലവർ നാളെ ഞാൻ അപ്ലോഡ് ചെയ്തുള്ളൂ. സോ മാക്സിമം കൂട്ടുകാർ മറക്കാൻ ലൈക്ക് ചെയ്യണം, പിന്നെ പറയല്ലോ ഷെയർ ചെയ്യുക, പിന്നെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യപ്പെടുത്തുക. എല്ലാവരും സബ് ചെയ്ത് കുടിക്കും. ഇന്നോട്ട് 1 പീസ് അങ്ങനെ കുറേ ആനിമ കിടപ്പുണ്ട്, പൊളിക്കും നമ്മൾ.